ശരിയായ രീതിയിൽ മൾബറി വളർച്ചയും വിളവും ഉറപ്പാക്കുന്നതിന് ആദ്യമേ തന്നെ മണ്ണ് ശരിയായ രീതിയിൽ തയ്യാറാക്കേണ്ടത് ആവശ്യമാണ്. ആദ്യം മണ്ണിന്റെ ഗുണനിലവാരം പരിശോധിക്കണം. മണ്ണിന്റെ സാമ്പിളുകൾ മൈസൂരിലെ പട്ടുനൂൽ പരിശീലന കേന്ദ്രം, കാർഷിക സർവകലാശാല, കൃഷി വകുപ്പുകൾ ഇതിലേതെങ്കിലും ഒരിടത്ത് മണ്ണ് പരിശോധനാ കേന്ദ്രത്തിൽ അയക്കുക. മണ്ണുകൾ ശരിയായ രീതിയിൽ ശേഖരിക്കണം. ശരിയായ രീതി ഇതാണ്: കാഴ്ചയിലും ഉയർച്ചയിലും പ്രകടമായ വ്യത്യസ്തതയുള്ള ഉപപ്ലായി സ്ഥലത്തിരിക്കുക. വലുപ്പക്രമമനുസരിച്ച് ഉപപ്ലോട്ടുകളുടെ 3 മുതൽ 5 വരെ സ്ഥാനങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കും. ഓരോ സ്ഥാനത്ത് നിന്ന് ഏതാണ്ട് 200 മുതൽ 500 വീതം മേൽമണ്ണ് ചെയ്യണം. രണ്ടടി ആഴമുള്ള മണ്ണാണ് ശേഖരിച്ചത്. മൾബറി തോട്ടങ്ങളിൽ നിന്നാണ് വരികൾക്കിടയിൽ നിന്നാണ് സാമ്പിളുകൾ ശേഖരിക്കേണ്ടത്. തോട്ടത്തിന്റെ സ്ഥാനങ്ങളിൽ ഒരിടത്തിൽ നിന്ന് എടുത്ത സാമ്പിൾ കല്ല്, ഇടികൾ, ജീവികൾ, അന്യവസ്തുക്കൾ എന്നിവ നീക്കി നന്നായി കൂട്ടിക്കലർത്തുക. കൂട്ടിക്കലർ സാമ്പിൾ തുല്യ ഭാഗങ്ങളായി വിഭജിക്കുക. എതിരെയുള്ള സാമ്പിൾ വീണ്ടും കൂട്ടിക്കലർത്തി 4 ഭാഗങ്ങളാക്കുക. ഇത് 500 ഗ്രാം ഒരു ഷെഡിൽ ഉണക്കി കവറിലാക്കി സൂക്കുക. സാമ്പിളിന് നിർദ്ദിഷ്ട ലേബൽ ഒട്ടിക്കണം. മഴയ്ക്കോ സേചനത്തിനോ വളത്തിനോ അവശ്യ കത്തിക്കലിനോ തൊട്ടുപിന്നെ മണ്ണിന്റെ സാമ്പിളുകൾ ചെയ്യാൻ പാടുള്ളതല്ല. സേചനത്തിനുള്ള തോടുകൾ, വരമ്പുകൾ, തണലുകൾ, കറ്റമേതിക്കളങ്ങൾ, കുഴികൾ എന്നിവയിലുള്ള സാമ്പിൾ എടുക്കാൻ യോജിച്ചതല്ല. നിങ്ങളുടെ കൈവശമുള്ള മൾബറി കൃഷിക്കുതകി സാധാരണ മണ്ണാണോ അല്ല അമ്ലം, ക്ഷാരമോ ലക്ഷമോ കൂടിയ മണ്ണാണോ എന്ന് പരിശോധനയിൽ വ്യക്തമാക്കും. അതിലുള്ള പ്രദേശങ്ങളിൽ മരങ്ങൾ ഒലിച്ചു പോകുന്നത് അമ്ല മണ്ണ് പ്രതീക്ഷിക്കാം. കൂടുതൽ ഗുണമുള്ള മണ്ണ് മൾബറിനെ ബാധിക്കും. ഇതിനുള്ള പരിഹാരം ലളിതവും ലഭ്യവുമാണ്. കുമ്മായപ്പൊടി ഹെക്ടറിന് 5 മെട്രിക് ടൺ കുമ്മായപ്പൊടി വിതറുക. ഉഴുവിന് മുൻപും പിന്നായി 2 പ്രാവശ്യമാണ് പൊടി വിതരണം. ഈ 4 വർഷത്തിലൊരിക്കൽ ആകണം. കാൽസ്യം, അമോണിയം പോലുള്ള ഒരു രാസ തിരഞ്ഞെടുക്കുന്നതും ആണ്. കുമ്മായപ്പൊടി മണ്ണിന്റെ അമ്ലഗുണത്തെക്കുറിച്ച് പോഷക ശരിപ്പെടുത്തുകയും ഇരുമ്പിന്റെയും അലൂമിന്റെയും വിഷാംശം കുറയ്ക്കും. സൂക്ഷ്മജീവി പ്രവർത്തനം മെച്ചപ്പെടും. ഫോസ്ഫറസ് സ്വതന്ത്രമാക്കി ചെടികൾക്ക് എളുപ്പത്തിൽ ലഭിക്കുകയും ചെയ്യുന്നു. പകുതി വരണ്ടതുമായ ഭാഗങ്ങളിൽ ചെറിയ മണ്ണിന്റെ പൊതുവെ ക്ഷാരഗുണം ഇവയായി സ്ലിക്സ് എന്ന് വിളിക്കുന്നു. ഇത്തരം മണ്ണിനെ ചെത്തിയെടുക്കാൻ പ്രശ്നം ചാണകവളം, പച്ചിലവളം എന്നീ ജൈവവളങ്ങൾ ചേർത്തും ഗന്ധകം, ജിപ് എന്നീ അജൈവ ചേർത്തും സാധിക്കുന്നതാണ്. ഇത് എപ്പോൾ എങ്ങനെ എത്രമാത്രം ചേർക്കണമെന്നത് ധാതുവസ്തുക്കളുടെ ലഭ്യതയും പ്രാദേശികതകളെയും ആശ്രയിക്കുന്നു. ഗുണാംശമേറിയ മണ്ണ് സാധാരണയായി തീരങ്ങളിലാണ് കാണുന്നത്. കഠിനമായി ബാധിച്ച മുകളിൽ വെളുത്ത പാടം. ഇവിടെ പരിഹാരം ലളിതമാണ്. ശുദ്ധജലം. ശുദ്ധജലം മണ്ണ് നന്നായി അധികമുള്ള ലവണം ഒഴുകിക്കളയാം. ഇടയ്ക്കിടെ ജലം ചെയ്യുന്നത് പ്രത്യേകിച്ച് നിർണായക ഘട്ടം സഹായകരമാണ്. ഇത് ലവണങ്ങൾ അടിമണ്ണിലേക്ക് ഒഴുക്കി കീഴോ സഞ്ചാരം വരണ്ട കാലാവസ്ഥയിൽ വിപരീതമാകുന്നു. സന്ദർഭങ്ങളിൽ വൈക്കുവാഴ്ച ചെയ്യുന്നത് ശുദ്ധീകരണം കുറയ്ക്കുകയും ജലത്തിന്റെയും ലവണയും ഉപരിഗമന ആവശ്യത്തിന് കുറയ്ക്കുകയും മണ്ണിന്റെ ഈ 3 പ്രശ്നത്തിന് പുറമെ വരാവുന്ന മറ്റൊരു പ്രശ്നമാണ് വാർച്ചയില്ലായ്മ. ശരിയായി കല്ലുകൾ എടുക്കുന്നത് ശ്രദ്ധിച്ചിരുന്നാൽ ലവണം ക്ഷാരമണ്ണിലും ഈ പ്രശ്നം ഉണ്ടാകാനില്ല. നെൽപ്പാടകിലും കളിമൺ പ്രദേശം ഇതൊരു പ്രശ്നം. ഭൂമിയിൽ വെള്ളം കെട്ടിപ്പോൾ മണ്ണിന് വേണ്ട ഓക്സിജൻ കിട്ടുന്നില്ല. പ്രയോജനകാരി സൂക്ഷ്മജീവികളെ ഇരിക്കുന്നു. അത് വേരുകൾ ആരോഗ്യാവസ്ഥയിലാകുന്നു. വേര് പിടിക്ക് സംശയാസ്പദമാണ്. അധികമുള്ള ജലം പോകാവുന്ന തോടുകൾക്ക് വെള്ളം കെട്ടിക്കിടക്കുന്ന പരിഹരിക്കാം. ഇതുവഴി മണ്ണിൽ വേണ്ടത്ര സഞ്ചാരം കിട്ടുകയും മൾബറി വളർച്ചയെ പെടുത്തുകയും ചെയ്യുന്നു. ഇതിന്റെ നല്ല സ്ഥിതി മൾബറി വളർച്ചയുണ്ടാക്കും. തുടക്കത്തിലെ ഈ നടപടികൾ സ്വീകരിക്കുകയും വരുന്ന വർഷങ്ങളിലേക്ക് വരുമാനം ഉറപ്പാക്കാൻ കഴിയും. മറ്റു നാടുകളെ പോലെ മൾബറി പല കീടങ്ങൾ ആക്രമിക്കുന്നു. ഇത് നിങ്ങളുടെ വിളപ്പിക്കുകയും ഗണ്യമായി കുറയും ചെയ്യുന്നു. ആയതിനാൽ മൾബറിയെ എങ്ങനെ രക്ഷിക്കാൻ നമുക്ക് നോക്കാം. വിള കീടബാധയുള്ളതാണോ അറിയാൻ ഈ രോഗങ്ങൾ ഉണ്ടോ നിരീക്ഷിക്കുക. ചെടി വളരുന്ന അഗ്രഭാഗം ശരിയായി രൂപം പ്രാപിക്കാതിരിക്കും. ശാഖയുടെ അഗ്രഭാഗങ്ങൾ പരന്ന് തടിച്ചതായിരിക്കും. മുകൾ ഉറപ്പേറിയും തൂർന്നുമിരിക്കുന്നു.
ഇലകൾ ചിരിക്കുന്നു. ഈ രോഗലക്ഷണങ്ങൾ മൾബറി തോട്ടത്തിൽ കാണുന്നുണ്ടോ? ഈ ലക്ഷണങ്ങളെയാണ് സാധാരണയായി തുക്ര എന്ന് വിളിക്കുന്നത്. ബഗ് മൂലമാണ് ആകുന്നത്. സസ്യരസം പിടിച്ച് ഇലകളുടെ ഗുണം നഷ്ടപ്പെടുത്തുന്നതാണ് മീലി ബഗ്. ശരീരത്തിന്റെ പിൻഭാഗ ഒരു ഉറയിൽ ഓറഞ്ചുള്ള 300 മുട്ടകൾ ഇടുന്നു. പെൺമുട്ടകൾ 3ഉം മുട്ടകൾ 4ഉം ഫെൽ ദശകളിൽ കടന്നു പോകുന്നു. കൾ ചേർന്ന് മുതിരകളാകുന്നു. ജീവിതം 25 ദിവസങ്ങൾ പൂർണ്ണമാകുന്നു. മീലികളെ വർഷത്തിലൂടെ കാണപ്പെടുന്നുവെങ്കിലും വേനൽക്കാലത്താണ് ആക്രമണം കൂടുതൽ. ആദ്യതകളിൽ ഒളിച്ചിരിക്കുന്നത് കീടനാശിനി പ്രയോജനം ഇവ രക്ഷപ്രാപിക്കുന്നു. കൂടാതെ വളർച്ചയെത്തിയങ്ങളും പെൺമുട്ടകളും ഒരു മെഴുക് അവർ സംരക്ഷിക്കപ്പെട്ടിരിക്കും. ഭൗതിക നിയന്ത്രണം, രാസനിയന്ത്രണം, ജൈവിക നിയന്ത്രണം ഇവരുടെ ഒരു ത്രിതല ആക്രമണം മീലി ബഗിനെ നേരിടാനുള്ള ഏറ്റവും മാർഗം. കീടബാധയുള്ള മുറിച്ച് ഒരു പോളഞ്ചിയിൽ ശേഖരിക്കണം. മീലി ബഗുകൾ ഇലത്ത് വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. ഈ ഇലകളും ഇലങ്ങളും കത്തിച്ച് നശിപ്പിക്കും. കീടബാധയുള്ള കുഴിച്ചു മൂടുന്നത് പ്രായോഗികമല്ല. മീലി ബഗ് മണ്ണിൽ വീണ്ടും ചെടിക്ക് കയറാനിട വരുന്നു. മറ്റു ചെടികളിലേക്ക് ഇവ വ്യാപിക്കുന്നതിനാൽ ചെടികൾ മൾബറി തഴുകി നടുന്നത് ഒഴിവാക്കും. കീടനാശിനികളും മികനെ നശിപ്പിക്കുന്നുവെങ്കിൽ 0.2 ഗംഭീരമുള്ള ഡൈക്ലോറവോസ് ഇതിനെതിരെ ചെയ്യപ്പെട്ടിട്ടുള്ളത്. കാരണം ഇത് മീലി ബഗ് മറ്റു പ്രാണികൾക്ക് യാതൊരു ദോഷവും ഇല്ല. 0% വീര്യമുള്ള DDP തയ്യാറാകാൻ ഒരു ഭാഗം 66% DD 379.5% സോപ്പ് ലായനിയിൽ സോപ്പ് ഒരു വ്യാപന മാധ്യമം പ്രവർത്തിക്കുന്നതിന് മീലി ബഗിന്റെ കൊണ്ടുള്ള ആവരണം അകളയുകയും ചെയ്യുന്നു. ശിഖരം മുറിക്കലോ പറിക്കലോ കഴിഞ്ഞ് 10 ദിവസം ഇടവിട്ട് തവണകളായി കീടനാളിക്കണം. പുഴുവിന് ഇലയെടുക്കാനുള്ള കാലം കീടപ്രയോഗം കഴിഞ്ഞ് 17 ദിവസങ്ങൾക്ക് ശേഷമാണ്. മീലി ബഗിന് പ്രാകൃതിക ശത്രുക്കളുമുണ്ട്. അതിൽ പ്രധാനത് ലേഡി ബേർഡ് ബീറ്റിലുകളാണ്. ഇതിന്റെ നിയം മുതിർന്നവയും മികിന്റെ എല്ലാ ദശകളെയും അവ ഒളിച്ചിരിക്കുന്ന ഇടിങ്ങളിൽ നിന്ന് പോലും തിരിച്ച് തിന്നു നശിപ്പിക്കുന്നു. ലേഡി ബേർഡ് ബീറ്റിൽ വളർത്തിയെടുത്തും തോട്ടത്തിൽ നിന്നതാണ്. 200 മുതൽ 300 വരെ മുതിർന്ന ബീറ്റിലുകളെ വിടേണ്ടതാണ്. സ്വയം നിലനിൽക്കുകയും മൾബറിയെ തുടങ്ങി സംരക്ഷിച്ചുകൊണ്ടിരിക്കും ചെയ്യുന്നു. മറ്റു വിളകൾക്കൊന്നും ചെയ്യുന്നില്ല. മീലി ബഗുകൾ നിയന്ത്രിക്കാനുള്ള ഈ യോജിത നിവാരണങ്ങളെ കൂടാതെ മറ്റു ചില കമ്പുണ്ട്. അഗ്രം ശരിയായി മുറിച്ച കമ്പുകളായിരിക്കണം മൾബറി തോട്ടമുണ്ട് ഉപയോഗിക്കേണ്ടത്. കമ്പുകളിലുള്ള മീലി ബഗുലാൻ അവ 2% വീര്യമുള്ള EP ലൈനിയിൽ മുതൽ 3 മിനിറ്റിൽ മുക്കിവെക്കുക. മീലി ബഗിന്റെ മുട്ടകളും വ്യാപിക്കുന്ന കാരണമാകുന്നു. ഈ തോട്ടത്തിന് ചുറ്റും 1% വീര്യമുള്ള BC പൊടി വിതറി ഉറുമ്പുകൾക്ക് തടയാം. ഇങ്ങ തോട്ടങ്ങളിലെ പുറമിലെ ചെടികളിൽ നിന്നുള്ള പട്ടുനൂൽപ്പുഴ തീറ്റയായി കാൻ പാടുള്ളതല്ല. ഈ സംയോജിത നിയന്ത്രണം മൾബറി തോട്ടം തുക്രയുടെ പരിപൂർണം ഉറപ്പാക്കുന്നു. കൂടാതെ ഇത് മുൻപ് കരുതുപോലെ ഒരു വൈറസ് അല്ല. പതിനഞ്ച് 20 വർഷത്തേക്ക് സ്ഥിര വരുമാനം ഉറപ്പൊരു ദീർഘകാല വിളബറി. കുറച്ച് ആസൂത്രണവും ശ്രദ്ധയും തുടക്കം എടുക്കുന്നത് വഴി വർഷം നല്ല ആദായം കഴിയുന്നു. തോട്ടം മഴയെ വെച്ചുള്ളതാണോ അതോ ഭാഗികമായോ ജലസേചനം ചെയ്യുന്നതാണോ? കേര അഥവാ എംഡ് ആണ് ഏറ്റവും തരമേറിയ ഇനം. വ്യത്യസ്ത ഇനം കൂടുതൽ തരുന്നതുമായ പ്രത്യുപരി ഇനങ്ങൾ ശാസ്ത്രീയമായി വികസിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ പുതിയങ്ങളുടെ വാർഷിക വിളവ് ഹെക്ടർ ഒന്നിന് ആശ്രയിക്കുമ്പോൾ 4 മുതൽ 5 വരെ ടണ്ണും ജലം നടത്തുമ്പോൾ 10-15 വരെ മെട്രിക് കൂടുതലാണ്. ചുവന്ന മഴയെ ആശ്രയിച്ചിരിക്കുന്ന പ്രദേശങ്ങളിലേക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന പുതിയ ഇനമാണ് A13. ഇതിന് 42 ഡിഗ്രി വരെ ഊഷ്മാവത്താകുന്നു. കമ്പുകൾക്കിടയിലുള്ളത് ചെറുതാണ്. ധാരാളം ശാഖകളുണ്ട്. വേര് ആഴത്തിലുള്ളതും വിസ്തൃതവുമാണ്. കൂടുതൽ ഈർപ്പാംശവും പെട്ടെന്ന് തവയുമാണ്. സസ്യാംശവും വളരെ ആണ്. ശരവിളവ് വർഷത്തിൽ 16 ആണ്. മൾബറിയെ ബാധ ലീഫ് സ്പോട്ട്, മിൽഡ്യൂ, ലീഫ് എന്നിവയ്ക്കെതിരെ തോതിൽ പ്രതിരോധ ഇനമാണ് S13. കറുത്ത മണ്ണാണെങ്കിൽ ആശ്രയിച്ച് കൃഷി ചെയ്യാൻ ശുപാർശ ചെയ്യപ്പെട്ടിരിക്കണം S34 ആണ്. ഈ പ്രത്യേക ഗുണം ക്ഷാരമുള്ള മണ്ണിനോടുള്ള സതയാണ്. അടക്കമുള്ള മറ്റു ഗുണങ്ങളിൽ S പോലെ തന്നെയാണ്. ജലം ചെയ്യുന്ന പ്രദേശങ്ങളിൽ എടുക്കാവുന്ന ഉത്തമേന S6ഉം S54 നന്നായി വേര് പിടിക്കുകയും ഒപ്പം ധാരാകകളും കട്ടിയുള്ള വലിയ ഇലകളും ഉണ്ടാകുന്ന ഇനമാണ്. മാംസ്യവും ഈർപ്പും കൂടുതലുണ്ട്.
വളപ്രയോഗത്തോട് നന്നായി പ്രതികരിക്കുകയും വർഷത്തിൽ ഹെക്ടർ ഒന്നിന് 5 മെട്രിക് ടൺ വിളവുകയും ചെയ്യുന്നു. ഇനമായ S36 അറിയാനുതകുന്ന കള മിന്നുന്ന ഇത് 54 അപേക്ഷിച്ച് കമ്പുകൾക്കിടയിലും കുറവും ഇല വലുതുമാണ്. വർഷത്തിൽ 40 മെട്രിക് ഇല ലഭിക്കുന്നു. S4 ഇനത്തിന് വെള്ളം ആവശ്യമാണ്. 5 ദിവസമൊരിക്കൽ ജലസേചനേണ്ടതുണ്ട്. S30 വെള്ളം മതി. S36 വേരിൽ മിതമായ നടുന്നതിന് ഉപയോഗിക്കുന്നതാണ്. ഈർപ്പാംശത്തിനും അത് നിലനിർത്ത കഴിവും S36 ഇനത്തിന്. എന്നാൽ ചെറിയ പട്ടുനൂൽ പുഴുക്കൾ ഇത് വളരെ വിശ്വാസയോഗ്യമായി മുതൽ മുടക്കാവുന്നതാണ്. 4 ഇനങ്ങൾ. ഇലയിടിനു വേണ്ടിയാണ് മഴ കൃഷി ചെയ്യുന്നത്. തുടർച്ചയായ ഇൽ കൊണ്ട് മണ്ണാകുന്ന പോഷകശോഷണം നികത്തേണ്ടതുണ്ട്. ജൈവവള രാസവളവും ചേർക്കുന്നത് ചെയ്യാവുന്നതാണ്. ഗ്രാം ചേർക്കുന്നത് കൊണ്ട് മാത്രം പോഷകക്കുറവ് നികത്താം. എന്നാൽ നിരന്തരം അമിത രാസവള പ്രയോഗം മണ്ണിന്റെ താറുമാറാക്കുന്നു. അത്യാവശ്യ പോഷകങ്ങൾ വരുത്തി മണ്ണിന്റെയും പുനഃസ്ഥാപിക്കുന്നതിനും കൂടുതൽ ഉൽപാദന ജൈവവളങ്ങൾ. ചാണകം ഉണ്ടാക്കുന്ന ചാണകമാണ് ഇതുവരെ വളമായി ഉപയോഗിക്കുന്നത്. ഇത് പ്രതി ചിലവേറിയതും ദുർലഭവുമായി കൊണ്ടിരിക്കുന്നു. തോട്ടത്തിനകത്തും ലഭ്യമായ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് ചിലവേറിയ ചാണകത്തിന്റെ കുറവ് നികത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരു പട്ടുനൂൽ പുഴുക്കളുടെ വിസർജ്യ വസ്തുക്കൾ, മൾബറി അങ്ങനെ ഓരോ വിധാനത്തിൽ നല്ല വളർച്ചയുള്ളതും വിളവുകളില്ലാത്തതുമായ തോട്ടം ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ മൾബറി തോട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒത്താണ്. നല്ല നടീൽ തീർച്ചയായും മെത്തും ക്രമമായതും വിളവ് നൽകും. കുഴിയെടുത്തുകൊണ്ട് മണ്ണിന് നല്ല ഇളക്കം കിട്ടുകയും അതിൽ ആഴത്തിൽ പിടിക്കാൻ സഹായിക്കുകയും ചെയ്യും. കുഴികളിൽ ചെടി പിടിക്കാതെ പോകുന്നത് ഇങ്ങനെ ഒഴിവാക്കാൻ കഴിയും. മഴയെ മാത്രം പിടിച്ചുള്ള സാഹചര്യങ്ങളിൽ വളരെയധികം ഉറപ്പിക്കുന്നു. ശരിയായി വേര് പിടിക്കുന്നതിനെ ചെയ്യുന്നു. ജൂൺ മുതൽ ഒക്ടോബർ മഴ സമയമായി ഉണ്ടാകുന്നത്. മണ്ണിലെ അവ നിങ്ങൾക്കറിയാമോ? ആഹാരത്തിന് പുറമെ നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യപരമായ വളർച്ചയ്ക്ക് മറ്റു ചിലത് കൂടി ആവശ്യമുണ്ടെന്ന്. ഹോർമോണുകൾ, ജീവകങ്ങൾ എന്നിവയാണവ. ശരീരത്തിൽ ഇവ ലഭ്യമല്ലെങ്കിൽ ആഹാരത്തിലൂടെയോ ടോണിക്കുകളിലൂടെയോ ആയി ഇവ കഴിക്കേണ്ടി വരും. മൾബറിയുടെ സാധാരണ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് ആണ്. എന്നാൽ മനുഷ്യരെ പോലെ ചെടികൾക്കും വളർച്ചയ്ക്ക് ചില ഹോൾ ആവശ്യമാണ്. ഇത് സ്വാഭാവികമല്ലെങ്കിൽ നൽകേണ്ടി വരും. ഈ വസ്തു അഭാവത്തിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നിവ നൽകിയാൽ തന്നെയും തൃപ്തികരമായ വളരായിക്കൊള്ളണമെന്നില്ല. മൾബറിയെ വെച്ചിടത്തോളം പ്രധാന ടോണിക്കുകളാണ് ട്രയാക്കോൺടനോൾ, ഇരുമ്പ്, സിങ്ക് എന്നിവ. ട്രയാക്കോൺടൻ ഒരു വളർച്ചാ തുര. ഇത് ശരിയായി വളരാനും കഴിവ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ലിറ്റർ ഒന്നിന് ഒരിക്കൽ 125 ലിറ്റർ ട്രയാക്കോൺടനോൾ 600 ലിറ്റർ വെള്ളം ചേർത്തുക. ചെടികൾ ഭാഗത്ത് വെച്ച് മുറിച്ച് 15 ദിവസത്തിനു ശേഷം നന്നായി തളിച്ചുക. 2-3 ദിവസത്തിനു ശേഷം രാസപ്രയോഗിക്കുക. ടനോൾ തളിക്കൽ 10 ദിവസത്തിനു ശേഷം ആകുക. കൈകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നാപ്സാക്കറോ പവർ സ്പ്രേയറോ വെച്ച് നല്ല സൂര്യപ്രകാശമുള്ള തളിക്കൽ നടത്തുക. തളിച്ച് 6 മണിക്കൂർ മഴ പെയ്യുകയാണെങ്കിൽ ദിവസം വീണ്ടും തളിക്കും. PVC കുഴൽ പാത്രങ്ങളോ ഉപയോഗിക്കാടില്ല. വിത്ത് ഇലകൾ നല്ല പച്ചനിറം. രാസവളം മാത്രം ഉടുമ്പോഴുണ്ടാകുന്നതിനേക്കാൾ 25% വീണ്. ചെറിയ തോതിൽ വേണ്ട ഒരു ലഘു പോഷക വസ്തു ഇരുമ്പ്. സാധാരണഗതിയിൽ മണ്ണിൽ അടങ്ങിയിരിക്കും. എന്നാൽ ചിലപ്പോൾ ചെടികൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഇരുമ്പിന്റെ കുറവ് മഞ്ഞച്ചതോ ചെറിയതോ ആയ ഇല്ലാത്ത ചെടികളാക്കുന്നു. എളുപ്പത്തിൽ വരാവുന്ന ഫെറസ് സൾഫേറ്റ് രൂപത്തിലാണ് ചെടികൾക്ക് ഇരുമ്പ് നൽകും. ഇതിൽ 19% ഇരുമ്പടങ്ങിയിരിക്കുന്നു. ഒരു ഹെക്ടറിൽ തന്നെ 5 കിലോഗ്രാം സൾഫേറ്റ് 500 വെള്ളത്തിൽ ലയിപ്പിക്കുക. ശിഖലിന് 15 മുതൽ 20 ദിവസങ്ങൾക്ക് ശേഷം ഇലകൾ തളിക്കേണ്ടത്. സിങ്ക് നാഗമാണ് പര്യാപ്തമായ മറ്റൊരു ലഘു പോഷകം. സിങ്കിന്റെ അഭാവത്തിൽ ചെടികൾക്ക് മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കാനും ഫോസ്ഫറസ് ശരിയായി ഉപയോഗപ്പെടുത്താനും കഴിയുന്നു. സിങ്കിന്റെ അപര്യാപ്ത മണ്ണിൽ വളർത്തിയെടുത്ത ഇലകൾ, തീറ്റകൾ, പട്ടുനൂൽ പുഴുക്കൾ വളരുന്നില്ല. ചെടികൾക്ക് സിങ്ക് കിട്ടിയില്ലെങ്കിൽ ഇലഞ്ഞയും തവിട്ടും കലർന്ന് ഉണങ്ങിയ പാടുകളോടെയും ചിലപ്പോൾ ഇരുണ്ട നിറത്തോട് കാണപ്പെടുന്നു. 36% സിങ്ക് അടങ്ങിയ സിങ്ക് സൾഫേറ്റ് ആണ് ചെടികൾക്ക് നൽകേണ്ടത്. ഒരു ഹെക്ടർ തളിക്കുന്നതിന് 9 ഗ്രാം സിങ്ക് സൾഫേറ്റ് 100 ലിറ്റർ വെള്ളത്തിൽ വയ്ക്കുക. ശിഖരത്തിന്റെയോ വിളവെടുപ്പ്
15 മുതൽ 20 ദിവസങ്ങൾക്ക് ശേഷം തളിച്ചു കൊടുക്കുക. സിങ്ക് തളിക്കുന്നത് വഴി ഒന്നിന് 12 ടൺ അധിക വിളവിലും. ഈ പറഞ്ഞവ വഴി മൾബറിക്കങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുകയും അതുവഴി പട്ടുനൂൽ സമീകൃതമായ കിട്ടുകയും ചെയ്യുന്നു. ഈ രീതികൾ വെച്ച് നിങ്ങളുടെ മൾബറിയിലെ വ്യത്യാസം നീക്കുക. മൾബറിക്ക് പലതരം കീടബാധകളുണ്ട്. മൾബറിയുടെ പ്രധാന കീടം പൊതുവെ രസപാനികളെന്നും തീനികളെന്നും രണ്ടായി തിരിക്കാം. മീലിബഗ്, ശൽക്കകീടങ്ങൾ അഥവാ ഇലപ്പേൻ, ജാസിഡ് അഥവാ ഇല എന്നിവയാണ് സ്ഥിരസം ഊറ്റിക്കുടിക്കുന്ന കീടങ്ങൾ. വേനൽ ഇവയുടെ ബാധ കാണപ്പെടുന്നു. സ്ഥിരസം ഊറ്റിക്കുടിക്കുന്ന ബഗ് ആണ് മൾബർധാന കീടം. വളർച്ചയോട് കൂടിയ മുകുളങ്ങൾ, ചുരുണ്ടൽ, കട്ടിക്കൂടിയത് തുറന്നതുമായ ശാഖകൾ എന്നിവ കണ്ടാൽ ഉപദ്രവം എളുപ്പം കഴിയുന്നു. ഈ രോഗം പൊതുവെ തുക്ര പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ വിളവിന്റെ ഗുണമേന്മയും അളവിനെയും കുറയ്ക്കുന്നു. മുൻധാരണ വിപരീതമായി തുക്ര വൈറസ് അടക്കമുള്ള രോഗാണുമല്ല ഉണ്ടാകുന്നത്. ഒരു പെൺമൂട്ട 300 മുട്ടകൾ, ആൺമൂട്ടകൾക്ക് 4, പെൺമൂട്ടകൾക്ക് 3 നിംഫൽ ദശകളാണുള്ളത്. ചക്രം 25 കൊണ്ട് പൂർത്തിയാകുന്നു. ബാധിച്ച ശാഖകൾ മുറിച്ചും കത്തിക്കൽ. 0.5 സോപ്പ് ലായനിയിൽ ഉണ്ട്. 0.2 DDVP തളിക്ക്. ലേഡി ബേഡ് എലികളുടെ പ്രയോഗം സംയോജിത കീടനിയന്ത്രണമായി തുക്രയ്ക്കെതിരെ ഫലമാണ്. രസം പിടിക്കുന്ന മറ്റൊരു പ്രാണിയാണ് ശൽക്കകീടം. ഇവ ശാഖകൾ ഉണങ്ങാൻ അവയിൽ നിറത്തിലോ കറുപ്പ് നിറത്തിലോ ശൽക്കങ്ങൾ പറ്റിപ്പിടിച്ചിരുന്നു. ഒരു ഡീസലും 3 സോപ്പ് ലായനിയും കലർന്നം തേച്ച് ശൈൽ പറ്റിപ്പിടിച്ച ശൽക്കങ്ങൾ അടർത്തിക്കളയാം. മുട്ടകളും ശിശുക്കളും ഉൾപ്പെട്ട എല്ലാ ജീവകളെയും നശിപ്പിക്കാൻ പര്യാണ് ഫോസ്മേറ്റ് 0.3%, ടിയോൺ 0.0%, DDV 0.05% എന്നീ 3 കീടനാശിനി സോപ്പ് ലായനിയും ചേർന്നുള്ള. ഇതിനുശേഷം വളർത്തലിന് ഇലകൾ ഉപയോഗിക്കുന്ന സുരക്ഷിത കാലം വർഷങ്ങൾക്ക് ശേഷമാണ്. ഇലപ്പേനുകൾ രസം ഊറ്റി കുടിക്കുന്ന ഇലകളെ ബാധിക്കുന്ന മറ്റൊരു കീടം. ബാധിച്ച ഇലകളും പൊട്ടുകളും കാണുകയും ബാധ ആകുന്നതോടെ ഇലകളിൽ പാടുകൾ നിറയുകയും ചെയ്യും. ഇലകൾ എളുപ്പം ചെത്തുകയും അവ മഞ്ഞ കലർന്ന തവിട്ടു നിറമുള്ളതായും ചെയ്യുന്നു. കീടബാധയുള്ള ഇലകൾ വളർത്തലിന് അനുയോജ്യമാണ്. ഇലപ്പേന് നിയന്ത്രിക്കുന്നതിന് ഒരാഴ്ച 2 പ്രാവശ്യം 0.02% DDVP തളിക്കണം. കീടനാശിനി തളിച്ച് 7 ദിവസങ്ങൾക്ക് ശേഷം പുഴു വളർത്തലിന് ഉപയോഗിക്കാവുന്നതാണ്. ടികൾ മൂലം ഹോപ്പർ എന്ന തീപ്പുള്ളിയ പുളസ്ത ഇലകളിൽ ഉണ്ട്. കീടബാധയുടെ പ്രത്യേക ലക്ഷണം ഇലയുടെ അഗ്രഭാഗം തവിട്ട് നിറത്തിലുള്ള പയും പിന്നീട് സീതകളുടെ ചുറ്റിലും അതേയുള്ള പാടുകളായും കാണപ്പെടും. ഇത് മരഭാഗത്ത് വ്യാപിക്കുന്നു. അവസാനം കുമ്പിൾ രൂപത്തിലും കൊഴിയുകയും ചെയ്യും. ഇടവിട്ട് 2 പ്രായി 0.0% DDVP തളി ഇലച്ചാടികളിരിക്കാം. ഇല തിന്നുന്ന കീടങ്ങളിൽ പ്രധാന ബീഹാർ കമ്പിളിപ്പു, ചിറകില്ലാത്ത പുൽച്ചാടി, കട്ട്വേം എന്നിവ. കാലവർഷത്തിനു ശേഷം ഇവ കാണപ്പെടുന്നു. ഇല അമിതമായി നശിപ്പിക്കുന്നവയാണ് കമ്പിളിപ്പുഴുക്കൾ. ആ 3 ദശകളിൽ ഇവ കൂട്ടമായി ഇലയുടെ ഭാഗം തിന്നു നശിപ്പിക്കും. ഇലകൾ പെട്ടെന്ന് ഉണങ്ങിക്കൊഴിഞ്ഞു വീഴും. മുതിർന്ന ഇലകൾ മുഴുവൻ തിന്നുകയും അതുമൂലം നഗ്നമാക്കപ്പെടുകയും ചെയ്യുന്നു. സമാധി ദശ കഴിച്ചുകൂട്ടുകയും 8 മുതൽ 50 ദിവസം ജീവിത പൂർത്തിയാക്കുകയും ചെയ്യുന്നു. ഇലകളുടെ അടിഭാഗത്തുമായാണ് മുട്ടകളിടുന്നത്. ഇത് ശേഖരിച്ചിപ്പിക്കാവുന്നതാണ്. ഈ സിരകൾ പ്രകടമാകും. ഇല വല രൂപത്തിൽ ചെയ്യുന്നത് കൊണ്ട് ഇതിൽ തന്നെ കീടബാധ തിരിച്ചറിയാവുന്നതാണ്. കീഴ്ഭാഗത്തുള്ള ഇലകൾ മണ്ണിലോ പുഴുക്കളുത്ത കാഷ്ടം കാണുന്നത് കീടബാധയുടെ ഉടമായ ലക്ഷണമാണ്. പ്രാരംഭ ദശകളിലുള്ള പുഴു സമൂഹമായി ഇല അടിഭാഗം തിന്നുവളകൊണ്ട് അവയെ ശേഖരിച്ച് മുതിർന്ന ദശകളിൽ പുഴുക്കൾ തോട്ടം മുഴുവൻ തിന്നു. ഈ 0.2% DDVP തളിച്ച് അവയെ നശിപ്പിക്കും. കീടനാശിനി പ്രയോഗത്തിൽ 15 ദിവസങ്ങൾക്ക് ശേഷം പുഴു വളർത്തലിന് ഉപയോഗിക്കാം. കട്ട്വേമുകളും ഇലകളെ അമിതമായി നശിപ്പിക്കുന്നവയാണ്. പ്രായം കുറഞ്ഞ മൾബറികളുടെ ശാഖകളെ ഇവ നശിപ്പിക്കുന്നു. ഇതാണ് ഇവയ്ക്ക് വളർച്ചയൊരു മിനുസമായും പച്ച തവിട്ട് നിറത്തിൽ ശരീരഖണ്ഡത്തിലും 4 വരകളോടുകൂടിയും കാണപ്പെടും. കമ്പിളി പുഴുക്കളെ പോലെ തന്നെയും ശൈശവദശകളുമായി കാണപ്പെടുകയും ചെയ്യുന്നത് പോലുള്ള ഉണ്ടാക്കുകയും ചെയ്യുന്നു. 200 മുതൽ 300 വരകൾ സമൂഹമായി നിറത്തിലുള്ള ശൽക്കങ്ങളാൽ ഇലയുടെ അകത്ത് കാണപ്പെടുന്നു. മുതിർന്ന ദശ പുഴുക്കൾ രാത്രി സംഭവം കാണിക്കുന്നു. അവയുടെ സമാധി മണ്ണിൽ കാണപ്പെടും. ജീവിതചക്രം 5 ദിവസങ്ങൾ കൊണ്ട് പോകുന്നു. മഴവട്ടം ആഴത്തിൽ വിവിധ ദശകളിലുള്ള കീട പുറത്തു കൊണ്ടുവരുന്നു. അവ മറ്റു പ്രാണി തിന്നു നശിക്കപ്പെടാൻ സാധിക്കും. തോട്ടത്തിൽ 0.25 വീര്യമുള്ള പാരറ്റ് വയ്ക്കുന്നത് വഴി കീടങ്ങളെക്കാം. കീടം തളിച്ച് 8 ദിവസം സുരക്ഷിത കാലത്തിന് ശേഷം വളർത്തലിന് ഇലയിടതാണ്. ഉഴുതും തോട്ടത്തിൽ നിറച്ചും സമാധി ദശയിടത്തെ പുറത്തു കൊണ്ടുവന്ന് നശിപ്പിക്കാൻ കഴിയും. ചിറകില്ലാത്ത പുൽച്ചാടികൾ അപകമായ തോതിൽ മൾബ തിന്നു നശിപ്പിക്കുന്നു.
ഇവയ്ക്ക് പച്ചനിറം. പെൺകീടം 2-3 സെന്റിമീറ്റർ കുഴിതിളകിയ മണ്ണിൽ 6 മുതൽ 8 വരെ മുട്ട നിക്ഷേപിക്കുന്നു. മുട്ടയുറയിൽ 11 മുതൽ 8 വരെ മുട്ടകൾ ഉണ്ടായി. 30 ദിവസത്തിനുള്ളിൽ ഈ മുട്ടലുകയും 7 ദശകളിലൂടെ കടന്ന് 6 മാസം കൊണ്ട് ജീവിതചക്രം പൂർത്തിയായും ചെയ്യുന്നു. ആഴത്തിൽ ഉഴുവുന്നത് വഴി യുറകൾ പുറത്തു വരികയും മറ്റു ജീവികൾ തിന്നുകാനിടയാകുകയും ചെയ്യും. 0.5 BHC തളിക്കുന്നത് ഫലമാണ്. സുരക്ഷിത 10 ദിവസങ്ങളാണ്. വിവരിച്ച മാർഗങ്ങൾ കീടബാധയിൽ നിന്നും ചെടിയെയും ചിലവ് കുറഞ്ഞ പ്രദവുമായ രീതിയിൽ എന്നതിന് പര്യാപ്തമാണ്. കീടവിമുക്ത ചെടികൾ കൂടുതലും ഗുണമേന്മയും പെടുത്തുമെന്ന് ഓർക്കൂ. മൾബറി രോഗബാധകൾക്കും വേരുപടൽ ബാധിക്കുന്നവയാണ് ഇവ ഏറ്റവും ഗുരുതരം. ഇത് ചെടിയെ മുഴുവനായിരിക്കുന്നു. ഇന്ത്യ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വേരു രോഗങ്ങളാണ് റൂട്ട് റോട്ട്. റൂട്ട് നോട്ട് അഥവാ വേരുകൾ ഉണ്ടാക്കുന്നത് ട്രിയോഡോഗൈൻ ഇൻകോഗ്നി എന്ന ഒരു പരാതവിര അഥവാ ആണ്. ഇത് പലതരത്തിലുള്ള വിളകളെയും ബാധിക്കുന്നു. എന്നാൽ ഒരു ദീർഘവിളയായതിനാൽ ഇത് ഏറ്റവും തരമാണ്. രോഗം വേരുകളിൽ മുഴകളുണ്ട്. ആഹാരവും ജയിച്ചു കൊണ്ടുപോകുന്ന കലകലപ്പെടുന്നതിനാൽ ഇവർക്ക് ജലവും വളം ശരിക്കുപയോഗപ്പെടുത്താതെ വരുന്നു. രോഗബാധിത ചെടികൾ ഇലകൾ ചെറുതായും മറ്റും കാണപ്പെടുന്നു. ബാധിച്ച തോട്ടത്തിൽ ചെടികൾ ക്രമരഹിതമായ വളർച്ചയും വിളവ് 15% കുറയുകയും ചെയ്യുന്നു. രോഗം സംക്രമിക്കുന്നത് തൈകൾ, ഉപങ്ങൾ, ജലം എന്നിവ വഴിയാണ്. ജീവിതചക്രത്തിൽ 3 ഘട്ടമുണ്ട്. മുട്ട, മുതിർന്ന വിര ആണ്. മുട്ട വിരിഞ്ഞു പുറത്തു വരുന്ന വിര വേരുകളിലേക്ക് ചെയ്യുകയും വേരുകളെ തിന്നാൻ തുടങ്ങുകയും ലാർവ അഥവാ വിര ഉണ്ടാക്കുന്ന കോശങ്ങളിൽ അമിത വിഭജനം ഉണ്ടാക്കുക. അത് വലുതായും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി മുഴണ്ടാകുന്നു. ലാർവ 4 പ്രാവശ്യം ഉള്ളിൽ വച്ച് പടം പൊഴി അണ്ഡാകൃതിയിൽ മുട്ടയിടുന്ന ഒരു മുതലായി വികസിക്കുകയും ചെയ്യുന്നു. പെൺ വേരിനു മുകളിൽ ജില്ല ഒരു വസ്തുവിൽ 300 മുതൽ 400 വകൾ ഇടുന്നു. സാഹചര്യങ്ങളിൽ മുരിഞ്ഞ് ലാർവകൾ മുറികടക്കുകയും അതേ വേരുകളെ ആക്രമിച്ച് ചെയ്യുന്നു. റൂട്ട് രോഗം നിയന്ത്രിക്കാൻ മുട്ട, മുതിർന്ന വിര എന്നീ എല്ലാ ഘട്ടം നശിപ്പിക്കണം. അതുകൊണ്ട് വ്യത്യസ്ത സമീപനങ്ങൾ സംയോജിത രീതിയിൽ ചുരുങ്ങിയത് 2 വർഷം നടപ്പാക്കേണ്ടിയിരുന്നു. വേലത്ത് ആഴത്തിരുന്നത് മുട്ടകളെയും പുടുവന്ന് സൂര്യതാപം ഉണങ്ങി നശിക്കാൻ വഴുന്നു. രോഗം വ്യാപിക്കുന്ന തോട്ടത്തിൽ പരിപാലനം വളരെ പ്രധാനം. മുഴകൾ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് ഉപയോഗിക്കരുത്. കാർഷികോപകരണം ഉപയോഗിക്കുന്നതിന് മുൻപ് വൃത്തിയായി കഴുകണം. ഇടവിളയായികൾക്കിടയിൽ 30 സെന്റ് അകലത്തിൽ ഫ്രണ്ട് മല്ലി, എള്ള് കൃഷി ചെയ്യുന്നതും കാലത്ത് അവ വെച്ച് മൾച്ച് ചെയ്യുന്നതും മണ്ണ് പുഷ്ടിപ്പെടുത്തുന്ന ആൽഫ ടെൽത്തി പോലുള്ള സംയുക്തങ്ങൾ വിടുന്നത് വഴി നിയന്ത്രിക്കുന്നതിനും സാധിക്കുന്നു. ഹെക്ടർ 1 വർഷത്തിൽ 4 തവണകളായി 2 ടൺ വേപ്പിൻ പിണ്ണാക്ക് വളപ്രയോഗത്തോടൊപ്പം ഉഴുതു ചേർക്കുന്നത് കുറഞ്ഞതും സുരക്ഷിതപ്രദവുമാണ്. കീടനാശിനികൾ ചിലവാണ്, വിശ്വാസയോഗ്യവും തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഫലപ്രദവുമാണ്. വർഷത്തിൽ 4 തവണ 40 കിലോഗ്രാം 3G 30 കിലോഗ്രാം ബി ഉപയോഗിക്കണം. ഇത് രാസവളങ്ങൾക്കൊപ്പം ഊത്ത് ഉപയോഗിക്കുകയും കൃത്യമായ ജലസേചനം വേണം. ഇലകൾ പുഴുക്കുറ്റയായി കൊടുക്കുവാനുള്ള ശീതകാലം വില പ്രയോഗത്തിന് 4 മുതൽ 45 വരെ ശേഷമാണ്. ഹെക്ടർ 1 വർഷം വേപ്പിൻ പിണ്ണാക്കിന് 1000 രൂപയും പ്രയോഗത്തിന് 2000 രൂപയും ചിലവ് വരും. ഇനത്തിൽപ്പെട്ട ഉണ്ടാക്കുന്ന റൂട്ട് നോട്ട് അഥവാ വേരുചീയൽ മറ്റൊരു ഗുരുതരമായ വേരുരോഗം. തോട്ടത്തിൽ അവിടെ വെട്ടുന്നു വരുന്ന ഇലവാട്ടവും കൊഴിച്ചിലുമായാണ് പ്രത്യക്ഷപ്പെടുന്നത്. ശിഖരം മുറിക്കലിന് ചെടികളിൽ കുറിയ മുരടിച്ച ഇലകളുണ്ടാവും. മുകുളങ്ങൾ വരാതിരിക്കുകയോ ചെയ്യുന്നു. രോഗം ബാധികൾ മണ്ണിൽ നിന്ന് പിഴുതെടുക്കാൻ സാധിക്കുന്നു. തൈലത്തിന്റെ ഭാഗങ്ങൾ നിറത്തോടെ വേരുകളെ ചീയൽ കാണുന്നു. രോഗബാധയിൽ വേരുപടലവും ചീഞ്ഞു. രോഗബാധ വ്യാധ മണ്ണിലൂടെയും എണ്ണങ്ങളിലൂടെയും കവിഞ്ഞൊഴുകുന്നതിലൂടെയുമാണ്. ഈർപ്പാംശവും മോശമായ നീർവാർച്ചയും രോഗം ത്വരിതപ്പെടുത്തുന്നു. ആയതുകൊണ്ട് ആദ്യപടി ചെടി നടുന്നതിന് വേണം. അതിൽ ഉഴുത് മണ്ണിൽ സഞ്ചാരം ഉണ്ടാക്കുകയും വേനലിൽ അത് വെയിലേറ്റ് അനുവദിക്കുകയും ചെയ്യുക. ആഴത്തിൽ കുമിളിന്റെ സ്പോർ താപമേൽക്കാനും ഇതിനെ നശിപ്പിക്കപ്പെടാനും അതിനു മുൻപ് തൈകൾ 2% ലായനിയിൽ നേരത്തേക്ക് വയ്ക്കുക. നടാനുള്ള കുഴി 4-5 ഗ്രാം ടൈറ്റേൻ M40 പൊടി വിതറുക. നിലനിന്ന് കിട്ടിയ തോട്ടത്തിന്റെ ആദ്യ ലക്ഷണത്തോടുകൂടി വിഷയം തോന്നുന്ന ചെടികളുടെ ഉള്ള മണ്ണിൽ 0.9 ഗ്രാം അത്രയും അളവ്
1 ലിറ്റർ വെള്ളത്തിൽ ഉണ്ടാക്കുന്ന ബോർഡറും ഒഴിച്ച് കുതിർക്കുക. ഗുരുതരമായ രോഗ ചെടികൾ വേര് ഒട്ടും മണ്ണിൽ ആവശ്യത്ത വിധം പിഴുത് കത്തിച്ചു കളയാം.